ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. സ്ലിഹാകാലം 7ാമത്തെ ഞായറാഴ്ചയാണ്. ലൂക്കായുടെ സുവിശേഷം 13-ാം അധ്യായം 22 മുതൽ 30 വരെയുള്ള തിരുവചനങ്ങളാണ് ഈ ആഴ്ച ധ്യാനത്തിനായിട്ട് വിചിന്തനത്തിനായിട്ട് തിരുസഭ നൽകിയിരിക്കുന്നത്. അതിൽ കാണുന്ന പ്രധാനപ്പെട്ട ആശയം ഇതാണ്: ഒരാൾ ഈശോയുടെ അടുത്ത് വന്ന് ചോദിക്കുകയാണ്, നിത്യജീവൻ പ്രാപിക്കാനായിട്ട്, രക്ഷ പ്രാപിക്കാനായിട്ട് എന്ത് ചെയ്യണമെന്ന്. ഈശോ പറയുന്ന മറുപടി, ഇടുങ്ങിയ വാതിലിലൂടെ പ്രവേശിക്കാൻ, അതാണ് രക്ഷ പ്രാപിക്കാനായിട്ടുള്ള മാർഗം എന്നാണ്. എന്താണ് ഇടുങ്ങിയ വാതിൽ? യോഹന്നാന്റെ സുവിശേഷത്തിൽ ഈശോ തന്നെ പറയുന്നുണ്ട്, ഞാനാണ് ആടുകളുടെ വാതിൽ. വാതിൽ എന്ന് പറയുന്നത് ഈശോയാണ്. ഇടുങ്ങിയ വാതിലൂടെ പ്രവേശിക്കുന്നവൻ രക്ഷ പ്രാപിക്കുമെന്ന് പറയുന്നത് ഈശോയാകുന്ന വാതിലിലൂടെ പ്രവേശിക്കുക എന്നുള്ളതാണ്. അഥവാ ഈശോ നടന്ന വഴിയിലൂടെ നടക്കുക എന്നുള്ളതാണ്. ഈശോ നടന്ന വഴി എന്ന് പറഞ്ഞാൽ അത് സഹനത്തിൻ്റെ വഴിയാണ്. അതായത് രക്ഷ പ്രാപിക്കാൻ, സ്വർഗരാജ്യം ലഭിക്കാനായിട്ടുള്ള പ്രധാനപ്പെട്ട മാർഗം എന്ന് പറയുന്നത് ത്യാഗത്തിൻ്റെ, സഹനത്തിൻ്റെ വഴിയിലൂടെ നടക്കുക എന്നുള്ളത്. അത് സ്വർഗരാജ്യത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, ഏതൊരു നേട്ടം നമ്മൾ നേടിയെടുക്കാനാണെങ്കിൽ പോലും അല്പം ത്യാഗം, കഷ്ടപ്പാട്, വേർപ്പ്, സഹനം അതിൻ്റെ ഉണ്ടാകണം. നമ്മൾ ഈ അടുത്ത് കീമിൻ്റെ റിസൾട്ട് വന്നപ്പോൾ പത്രത്തിലൊക്കെ നിങ്ങൾ കണ്ടായിരിക്കും, ഏറ്റവും ടോപ്പ് ലെവലിൽ നിൽക്കുന്ന വിദ്യാർത്ഥിയുമായിട്ടുള്ള ഇൻ്റർവ്യൂ. എത്ര മണിക്കൂർ ഓരോ ദിവസവും പഠിക്കുമെന്ന് ചോദിക്കുമ്പോൾ 12 മണിക്കൂർ തൊട്ട് 13 മണിക്കൂർ വരെയാണ് ഓരോ ദിവസവും പഠിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ആ കൊച്ചു മിടുക്കൻ മറുപടി പറയുന്നത്. അത് അത്രയേറെ കഷ്ടപ്പെടുമ്പോഴാണ്, അത് അക്കാദമിക് ലെവലിലാകട്ടെ, കായിക രംഗത്താകട്ടെ, അല്ലെങ്കിൽ മറ്റ് അഭിനയ രംഗത്താകട്ടെ, ഏത് രംഗത്തായാലും ഒരു അച്ചീവ്മെൻ്റ് നേടിയെടുക്കണമെങ്കിൽ ത്യാഗം എടുത്തേ പറ്റൂ, സഹനം എടുത്തേ പറ്റൂ, കഷ്ടപ്പാടെടുത്തേ പറ്റൂ. അതുകൊണ്ട് തന്നെ സ്വർഗരാജ്യം നേടിയെടുക്കാനായിട്ടുള്ള മാർഗം എന്ന് പറയുന്നത് ത്യാഗത്തിൻ്റെ, കഷ്ടപ്പാടിൻ്റെ, സഹനത്തിൻ്റെ, ഈശോ നടന്ന വഴിയാണ്, ഈശോയാകുന്ന വാതിലാണ്. ഈശോ പറയുന്ന മറ്റൊരു കാര്യം ഇതാണ്: അനേകർ നടക്കാനായിട്ട് ശ്രമിക്കും, പക്ഷെ സാധിക്കില്ല. കഷ്ടപ്പാടുകൾ ഏറ്റെടുക്കാനായിട്ടുള്ള ധീരതയുണ്ടാകണം. രണ്ടാമത്തെ കാര്യം, ഒരു കൺസിസ്റ്റൻസി ഉണ്ടാകണം. പലരും പല കാര്യങ്ങളും ഒരു ആരംഭശൂരത്തെന്നൊക്കെ നമ്മൾ പറയുന്ന രീതിയിൽ ആരംഭിക്കും. നന്നായിട്ട് ജീവിക്കണം, വിശുദ്ധിയിൽ വളരണം, ദാനധർമ്മം ചെയ്യണം, കൃത്യമായി ടൈം ടേബിളൊക്കെ അനുസരിച്ച് ജീവിതം മുന്നോട്ട് പോകണം എന്നൊക്കെ പറഞ്ഞാൽ പോലും അത് പൂർത്തിയാക്കാൻ പറ്റാതെ ഇടവഴിയിൽ വെച്ച് തളർന്നു പോകുന്ന ഒത്തിരി പേരെ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും. കൊച്ചുകുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരു കൊച്ചു കഥയുണ്ട്. ഈ 10 കോഴിമുട്ട പൊരുന്നിനിരിക്കും. 10 കോഴിമുട്ടന് പൊരുന്നിനിരിക്കുമ്പോൾ 2 കോഴിമുട്ട ആദ്യം തന്നെ പറയും, അയ്യോ ഇങ്ങനെ 21 ദിവസം ഒന്നും ഇരിക്കാനായിട്ട് എന്നെ കൊണ്ട് പറ്റത്തില്ല എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോകും. ബാക്കി 2 കോഴിമുട്ട ഈ കോഴി വന്ന് അതിൻ്റെ മേലെ ഇരിക്കുമ്പോൾ അതിൻ്റെ ഭാരം സഹിക്കാൻ മേലാതെ ഇറങ്ങിപ്പോകും എന്നാണ് പറയുന്നത്. ബാക്കി 2 കോഴിമുട്ടയാകട്ടെ ഈ കോഴി വന്നിരുന്ന് അതിൻ്റെ ചൂട് ഇങ്ങനെ എടുക്കാൻ തുടങ്ങുമ്പോൾ ഒരാഴ്ച കഴിയുമ്പോൾ അതും മടുത്തേച്ച് ഇറങ്ങിപ്പോകും. കഥ പറയുന്നത്, ഈ ചൂടും കോഴിയുടെ ഭാരവും ത്യാഗവും ഒക്കെ സഹിച്ച് 21 ദിവസം ഇരുന്ന ബാക്കി 4 കോഴിമുട്ടയാണ് പുതുജീവനായിട്ട്, കോഴിക്കുഞ്ഞുങ്ങളായിട്ട് പുറത്തു വരുന്നത്. അതായത് നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും അതിൻ്റെ ലക്ഷ്യത്തിൽ എത്താനായിട്ടുള്ള ഒരു ക്ഷമ, ഒരു കൺസിസ്റ്റൻസി ഉണ്ടാവുക പ്രധാനപ്പെട്ട കാര്യമാണ്. സ്വർഗരാജ്യത്തിൻ്റെ പ്രവേശനത്തിനും അങ്ങ് തന്നെയാണ്. ഈശോയാകുന്ന വഴിയിലൂടെ നടക്കുന്നവൻ, ത്യാഗത്തിൻ്റെ വഴിയിലൂടെ നടക്കുന്നവൻ, അതിൻ്റെ അവസാനം വരെ, ഈശോനെ പറയുന്നുണ്ടല്ലോ, അവസാനം വരെ സഹിച്ചു നിൽക്കുന്നവൻ രക്ഷ പ്രാപിക്കണമെന്ന്. അപ്പോസ്തല പ്രവർത്തനത്തിൽ പൗലോസിനെയും ശീലാസിനെയും ഈ പാറാവുകാരൻ അവരുടെ തടവറയിൽ നിന്ന് മോചിച്ച് കഴിയുമ്പോൾ അവർ ചെന്ന് ചോദിക്കുന്ന ചോദ്യമുണ്ട്. അവരുടെ അടുത്ത് പാറാവുകാരൻ ചോദിക്കുന്ന ചോദ്യം ഇതാണ്: രക്ഷ പ്രാപിക്കാനായിട്ട് ഞാൻ എന്താ ചെയ്യേണ്ടത്? അപ്പോഴും ഇതേ മറുപടിയാണ് അവർ പറയുന്നത്: നീ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക എന്നുള്ളത്. എന്ന് പറഞ്ഞാൽ ഈശോയിൽ വിശ്വസിക്കുക എന്നുള്ളതാണ്, ഈശോയാകുന്ന വാതിലിലൂടെ കടക്കുക എന്നുള്ളതാണ്, ഈശോ നടന്ന വഴിയിലൂടെ നടക്കുക എന്നുള്ളതാണ് സ്വർഗരാജ്യം ലഭിക്കാനായിട്ടുള്ള മാർഗം. മറ്റൊരു കാര്യമുള്ളത്, ഈശോ പറയുന്ന മറ്റൊരു കാര്യമുണ്ട്. വാതിലടച്ചു കഴിഞ്ഞാൽ പുറമെ നിന്ന് ആൾക്കാർ തട്ടി ചോദിക്കും, ഞങ്ങൾ നിന്റെ കൂടെ ഭക്ഷിച്ചു, പാനം ചെയ്തു, ഞങ്ങളുടെ തെരുവ് വീതികൾ നീ പഠിപ്പിച്ചിട്ടുണ്ട്. ഈശോ പറയുന്ന കാര്യം, എനിക്ക് നിങ്ങളെ അറിയത്തില്ല. ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ നേരിടാവുന്ന ഏറ്റവും വലിയ അപകടം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ അറിയുന്ന, നമ്മൾ സ്നേഹിക്കുന്ന, നമ്മൾ ആരാധിക്കുന്ന ഈശോയ്ക്ക് നമ്മളെ അറിയും, അവന് നമ്മളെ പരിചയമുണ്ടോ? നമ്മൾ വിചാരിക്കും നമ്മൾ എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്നു, പ്രാർത്ഥിക്കുന്നു, നമസ്കാരങ്ങളെല്ലാം കൃത്യമായിട്ട് ചെല്ലുന്നു, തിരുസഭയുടെ കൽപ്പനകൾ പാലിക്കുന്നു. പക്ഷെ ഇതൊന്നുമല്ല സത്യത്തിൽ ഇന്നത്തെ സുവിശേഷ പ്രകാരം ക്രൈസ്തവനെ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്ന മാനദണ്ഡമായിട്ട് വരിക. കുട്ടഞ്ചേഷൻ പറയുന്നൊരു കാര്യമുണ്ട്: ഒരാൾ സ്വർഗത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ 3 കാര്യങ്ങളാണ് അയാൾ അതിശയിപ്പിക്കുക. 1, അയാൾ പ്രതീക്ഷിച്ച പലരും അവിടെ ഉണ്ടാവില്ല. 2, അയാൾ പ്രതീക്ഷിക്കാത്ത പലരും അവിടെ ഉണ്ടാകും. 3, ദൈവകൃപയായി അയാൾ അവിടെ എത്തി എന്നുള്ളതാണ്. സുവിശേഷത്തിലും ഈശോ പറയുന്ന കാര്യം ഏറെ പ്രകാരം തന്നെയാണ്. അതായത് സ്വർഗരാജ്യത്തിലേക്ക് എത്തുമെന്ന് പ്രവേശിച്ച് അല്ലെങ്കിൽ ആഗ്രഹിച്ച്
ഉറപ്പായിട്ട് വിശ്വസിച്ച് നിൽക്കുന്നവർ ചിലപ്പോഴൊക്കെ പുറന്തള്ളപ്പെടുന്ന അവസ്ഥ. അവർ വിലപിക്കുകയാണ്, അവർ പല്ല് കടിക്കുകയാണ്. ഈശോ പറയാണ്, അനീതി പ്രവർത്തിക്കുന്നവരെ എനിക്ക് നിങ്ങളെ അറിയത്തില്ല. അതുകൊണ്ട് നമ്മൾ അർപ്പിച്ചു കൂട്ടുന്ന ദിവ്യബലികളോ ഏൽപ്പിച്ചു കൂട്ടുന്ന നൊവേനകളോ കത്തിച്ചു കൂട്ടുന്ന മെഴുതിരികളോ ചൊല്ലിക്കൂട്ടുന്ന ജപമാലകളോ ഒരു പക്ഷേ സ്വർഗരാജ്യത്തിലേക്ക് നമ്മളെ എത്തിച്ചേക്കണം എന്നില്ല. മറിച്ച് സഹനത്തിന്റെ വഴിയിലൂടെ എത്രത്തോളം നമുക്ക് യാത്ര പോകാനായിട്ട് സഞ്ചരിക്കാനായിട്ട് പറ്റുന്നുണ്ടോ എന്നുള്ളതാണ് സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കാനായിട്ടുള്ള പ്രധാനപ്പെട്ട മാനദണ്ഡമായിട്ട് ഇന്നത്തെ സുവിശേഷത്തിൽ ഈശോ പറയുന്നത്. ഒടുവിലായിട്ട് പറയുന്ന കാര്യം ഇതാണ്: പുറത്താക്കപ്പെടുന്നവർക്ക് വിലാപവും പല്ലുകടിയുമായിരിക്കും. പുറത്താക്കപ്പെടുന്നവർക്ക് വിലാപവും പല്ലുകടിയുമായിരിക്കും. അത് സ്വർഗരാജ്യത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, നമുക്കറിയാം ഏത് ഒരു സെലക്ഷൻ നടത്തിയാലും, അത് രാഷ്ട്രീയ ലെവലിലാകട്ടെ, സാമൂഹ്യമായ ലെവലിലാകട്ടെ, കലാപരമായിട്ടുള്ള കായികപരമായ ലെവലിലാകട്ടെ, ഏത് സെലക്ഷൻ കഴിയുമ്പോഴും കേൾക്കുന്നത് ഒരു പരാതിയാണ്: പുറത്താക്കപ്പെട്ടവരുടെ വിലാപമാണ്. ഓർക്കേണ്ട കാര്യം ഇതാണ്: ഞാൻ അകത്താകാനായിട്ട് വാതിലടക്കുന്നതിനേക്കാൾ മുൻപ് എന്തെങ്കിലും ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടോ? ഈശോ പറയുന്നുണ്ട്, വാതിലടച്ചു കഴിഞ്ഞാൽ പിന്നെ രക്ഷയില്ല. എൻ്റെ മരണമാകുന്ന വാതിൽ അടയുന്നതിന് മുൻപ് ത്യാഗമാകുന്ന വഴിയിലൂടെ നടന്ന് സുഹൃതങ്ങൾ ചെയ്ത് സ്വർഗരാജ്യത്തിലെ എൻ്റെ സീറ്റ് ഉറപ്പിക്കാനായിട്ട് പറ്റുന്നുണ്ടോ? ഓർക്കണം, പ്രാർത്ഥിക്കണം. സഹനമാണ് സ്വർഗരാജ്യത്തിലേക്ക് ഒരുവനെ എത്തിക്കുന്ന പ്രധാനപ്പെട്ട അളവുകൾ. പ്രാർത്ഥിക്കാം, ഈശോ നടന്ന സഹനത്തിൻ്റെ വഴിയിലൂടെ നടക്കുവാനായിട്ടും സ്വർഗരാജ്യം നേടിയെടുക്കാനായിട്ടും. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരുടെയും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.